ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ബൈറ്റിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയൊരു ഐറ്റവുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഉന്നക്കായ. ഉന്നക്കായ കുറേ പേർക്കൊക്കെ ഉണ്ടാക്കാനൊക്കെ ഇപ്പോൾ അറിയാം. ആദ്യമൊന്നും ആർക്കും അറിയണ്ടായിരുന്നില്ല. കോഴിക്കോട്ടുകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെ ആയിരുന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ പഴമാണ്. 1/2 കിലോനേക്കാളും കുറച്ച് കൂടുതലുണ്ടാവും. ഏകദേശം ഒരു 5 പഴമുണ്ട്. നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുക്കുക എന്ന് പറഞ്ഞാൽ ആവിയിൽ ആണ് വേവിക്കേണ്ടത്. നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ച് പുഴുങ്ങുന്ന മാതിരി പുഴുങ്ങരുത്. നമ്മളിത് ആവിയിൽ, ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആവി കയറ്റി ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ പഞ്ചസാര, ഒരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 കോഴിമുട്ട, പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വേണം. അതിൽ അണ്ടിപ്പരിപ്പ് ഞാൻ കുറച്ച് ചെറുതാക്കി മുറിച്ചാണ് ഇട്ടിരിക്കുന്നത്. അത് നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, പഴം പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ഞാൻ കാർഡമം പൗഡർ, പഞ്ചസാര കൂട്ടിയിട്ട് പൊടിച്ച് വെച്ചതാണ്, നമ്മുടെ ഏലക്കായപ്പൊടി. നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച്, ഞാനിവിടെ ഡാൽഡയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓയിലാണെങ്കിൽ ഓയിലും യൂസ് ചെയ്യാം. അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ ഒന്ന് ഇച്ചിരി പൊങ്ങി വന്നിട്ടുണ്ട്. കളറൊന്നും അങ്ങനെ മാറണം എന്നില്ല, കുറച്ചൊന്ന് ക്രിസ്പായാൽ മാത്രം മതി. നമുക്കിതിലേക്ക് 2 കോഴിമുട്ട ഉടച്ചൊഴിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഒരുപാട് ഓവറാവാതെ ശ്രദ്ധിക്കണം നമ്മൾ ഇടുന്ന സമയത്ത്. കാരണം ഒരുപാട് കൂടി കഴിഞ്ഞാൽ നമ്മുടെ കോഴിമുട്ട നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല, ഭയങ്കര ഒട്ടിപ്പോവും. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാനും പാടില്ല. പിന്നെ നമ്മുടെ കോഴിമുട്ട നന്നായി ചിക്കി ചെറിയ പീസുകളാക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പഴത്തിൽ ഫില്ല് ചെയ്യാനുള്ള. ഇനി നമുക്ക് പഴം എന്തായി നോക്കാം. പഴം ഇവിടെ പുഴുങ്ങാൻ വെച്ചിരുന്നു. നമുക്കിത് വെന്തോന്ന് നോക്കാം. ജസ്റ്റ് ഒരു നമ്മൾ ചെറിയൊരു കത്തിയോ സ്ക്വയറോ യൂസ് ചെയ്തൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഞാനിവിടെ പഴം പുഴുങ്ങിയിട്ട്, സാധാരണ എല്ലാവരും മിക്സിയിലൊക്കെ അടിക്കും, അതല്ലെങ്കിൽ നമ്മൾ അമ്മിയിൽ അരച്ചെടുക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു രീതിയാണ് കാണിക്കുന്നത്. എന്നാൽ ഞാൻ മിക്സിയിലൊന്നും അടിക്കുന്നില്ല. ഒരു സ്പൂണോ നമ്മളൊരു ഫോർക്കോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്കിത് ഉടച്ചെടുത്താൽ മതിയാവും. പിന്നെ ഇത് ചൂടോടെ തന്നെ നമ്മൾ ചെയ്യണം. ഇപ്പോൾ നല്ല ചൂടുണ്ട്, നല്ല ആവിയൊക്കെ പോകുന്നുണ്ട്. കാണുന്നുണ്ടോ ആവി പോകുന്നത്? നല്ല ചൂടുണ്ട്. കാരണം ചൂടാറിക്കഴിഞ്ഞാൽ പഴം കുറച്ച് ഹാർഡായി പോവും. പിന്നെ സാധാരണ എല്ലാവരും ഇതിനുള്ളിലുള്ള ബ്ലാക്ക് കളറ് ലെയർ എടുത്ത് കളയുന്നത് കാണാം. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. എനിക്കതുകൊണ്ട് വേറെ പ്രശ്നം ഉള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എടുത്ത് കളയുന്നില്ല. ഇനി ഇത് നന്നായിട്ട് ഉടച്ചെടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഇങ്ങനെ ഒരു മാഷർ ഉള്ളത് കൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇതല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഫോർക്കോ ഒരു സ്പൂണോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് ഉടച്ചെടുത്താൽ മതി. ഇനി കൈകൊണ്ട് തന്നെ ഉടച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിലും മതി. നന്നായി ഉടച്ചെടുക്കാം. പണ്ടൊക്കെ ഞാൻ കരുതിയിരുന്നത് ഈ ഉന്നക്കായ എന്ന് പറയുമ്പോൾ, ഉന്നം എന്ന് പറയുന്നത് കോഴിക്കോട്ടുകാർ സാധാരണ പഞ്ഞിക്കാണ്. പഞ്ഞി നമ്മുടെ കോട്ടനാണ് പറയുന്നത്. അപ്പോൾ പഞ്ഞിക്കായയുടെ ഉള്ളിലൊരു കറുത്ത കായ കാണില്ലേ, അത് വെച്ചുണ്ടാക്കുന്ന എന്തോ വലിയ പലഹാരമാണ് ഉന്നക്കായ എന്നാണ് ഞാൻ ധരിച്ച് വെച്ചിരുന്നത്.
പിന്നെ ഇവിടെ കോഴിക്കോട് വന്ന് ഇതുണ്ടാക്കാൻ പഠിച്ചപ്പോഴാണ് ഇത് ഇത്രയും ഒരു പാവം പഴം കൊണ്ടുണ്ടാക്കുന്ന പലഹാരമാണ് ഉന്നക്കായ എന്ന് മനസ്സിലായത്. സംഭവം പഞ്ഞിക്കായക്ക് ഇവിടെ ഉന്നക്കായ എന്നാണ് പറയുക. പിന്നെ അപ്പം അതിൻ്റെ ഷേപ്പ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതിനെ ഉന്നക്കായ എന്ന് വിളിക്കുന്നത്. ഇതിന് കായപ്പം എന്നും പറയുന്ന കേൾക്കാം, കായപ്പം എന്നും പറയാറുണ്ട് ഇവിടെ ഉള്ളവർ. അപ്പം നമുക്കിതൊക്കെ നന്നായി ഉടച്ചില്ലേന്ന് ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഷേപ്പിനനുസരിച്ചിട്ട് പേര് പറയുമെന്ന് വിചാരിച്ചിട്ട് ആരും ആപ്പിൾക്കായയും തേങ്ങാക്കായും ഒന്നും ആക്കരുത് കേട്ടോ. നമ്മളെ പാവം പലഹാരത്തിനൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ അത് മാറാതെ ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഉന്നക്കായയുടെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഷേപ്പാക്കി എടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി കയ്യിൽ നമ്മൾ ഒരിത്തിരി ഓയിൽ തടവണം. എന്നിട്ട് കുറച്ച് കയ്യിലെടുത്തിട്ട് നമ്മളൊന്ന് പരത്തി കൊടുക്കണം. ഇത് ആദ്യം ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ പിന്നെ ശീലമായിക്കോളും, ഷേപ്പൊക്കെ നന്നായി വരും. നമ്മൾ കുറച്ച് പരത്തി കൊടുത്തതിന് ശേഷം നമ്മുടെ ഫില്ലിങ്, നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് നിറച്ച് കൊടുക്കണം. പിന്നെ ഈ ഫില്ലിങ് സാധാരണ വീടുകളിലൊക്കെ ഇങ്ങനെ കോഴിമുട്ടയാണ് യൂസ് ചെയ്യാറ്. നമ്മൾ ഹോട്ടലുകളിലൊക്കെ വാങ്ങുമ്പോൾ തേങ്ങയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കോഴിമുട്ട ഞാൻ ഇട്ടതിന് പകരം നമ്മൾ തേങ്ങ ഇട്ട് ജസ്റ്റ് ഒന്ന് നന്നായി ചൂടാക്കി എടുത്തതിൻ്റെ ശേഷം പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. അതല്ല, ഈ കോഴിമുട്ടയുടെ കൂടെ തേങ്ങ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് രണ്ടും മിക്സ് ചെയ്തിട്ട് ഇട്ടിട്ടും ചെയ്യാം. പിന്നെ നമുക്ക് വേറെ ഫ്ലേവർ വേണമെങ്കിൽ കോഴിമുട്ടയുടെ കൂടെ മധുരത്തിന് പകരം എന്താ പറയുക, ഉപ്പും കുരുമുളക് പൊടി, മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഫില്ലിങ് ഉണ്ടാക്കുന്നവരെയും അതും ഞാൻ കഴിച്ചിട്ടുണ്ട്. അതും ടേസ്റ്റിയാണ്. അപ്പോൾ വെറൈറ്റികൾ പരീക്ഷിച്ച് നോക്കുക. നമ്മൾ ഈ 2 കൈപ്പത്തിയിൽ തന്നെ ഒതുക്കി നമുക്കിതിങ്ങനെ ഷേപ്പാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ചെയ്യണ പോലെ ഞാൻ മാക്സിമം സൂം ചെയ്തിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു. നന്നായി പരത്തുക. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ അതിൻ്റെ ഈ ഷേപ്പ് ഫിനിഷ് ചെയ്യുന്ന സമയത്തും നമ്മൾ കുറച്ച് ഓയിൽ തടവി കൊടുത്താൽ കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ടും നല്ല എന്താ പറയുക, നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. കാണാനൊരു നല്ലൊരു സ്മൂത്തായിരിക്കും ആ സമയത്ത്. അപ്പോൾ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. നമുക്കിത് എല്ലാം ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ വളരെ കുറച്ചാണ് കാണിക്കുന്നത്. ഈ ഫില്ലിങ്ങിന് നമ്മളെടുക്കുന്ന കോഴിമുട്ടയുടെ അളവെന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഞാൻ ചെറിയ 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഏകദേശം 1 കിലോ പഴത്തിന് വരെ തികയാറുണ്ട്. പിന്നെ നമ്മൾ നിറയ്ക്കുന്ന ക്വാണ്ടിറ്റി, അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഉന്നക്കായയുടെ എണ്ണത്തിൻ്റെ ക്വാണ്ടിറ്റി, അതിനൊക്കെ അനുസരിച്ചിട്ടിരിക്കും നമ്മുടെ കോഴിമുട്ടയുടെ എണ്ണം കൂട്ടേണ്ടതും കുറയ്ക്കേണ്ടതും. അപ്പോൾ ഏകദേശം വലിയ കോഴിമുട്ടയൊക്കെ ആണെങ്കിൽ 1 കിലോ വരെയൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഇത് ബാക്കിയായാലും പേടിക്കാനൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ മധുരവും ഒക്കെ ആയിട്ട് കോഴിമുട്ട കഴിക്കാൻ. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ വെറുതെ കഴിച്ചോളും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഒരുപാട് പഴുത്ത പഴം എടുക്കരുത്. ഒരു മീഡിയം ലെവലിൽ പഴുത്തത് എടുക്കാൻ പാടുള്ളൂ. കാരണം പഴുത്ത പഴം എടുക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു പോകും. നമുക്കിങ്ങനെ ഷേപ്പാക്കി എടുക്കാനും പറ്റില്ല, പൊരിച്ചെടുക്കാനും പറ്റില്ല. അപ്പോൾ എണ്ണയൊക്കെ മൊത്തം കുടിക്കും. പിന്നെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പച്ചപ്പഴം ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
അപ്പോൾ നമ്മുടെ എല്ലാ പഴവും ഞാനിവിടെ ഉന്നക്കായ ആക്കി എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ഒരു 2 ഉന്നക്കായക്ക് കൂടി കോഴിമുട്ട ബാക്കിയായിട്ടുണ്ട് നമ്മുടെ ഫില്ലിങ്. നമുക്കിത് എങ്ങനെയാണ് പൊരിച്ചെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ പാനിൽ അത്യാവശ്യം എണ്ണ ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഏത് ഓയിൽ എടുത്താലും കുഴപ്പമില്ല. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഉന്നക്കായ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം എണ്ണ ചൂടാവണം, അതിന് മുമ്പ് ഇട്ട് കൊടുക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഇട്ട് കൊടുത്ത അപ്പം തന്നെ നമ്മൾ മറിച്ചിടാനും പാടില്ല. പിന്നെ ഒരുപാട് നേരം എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് സിമ്മാക്കി വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ അടിയിൽ നമ്മൾ അടി പിടിക്കാത്ത പാത്രം ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പൊരിക്കാൻ വെക്കണം. കാരണം അടിയിൽ പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത കോഴിമുട്ടയൊക്കെ പൊട്ടി പുറത്തേക്ക് പോയി പിന്നെ എണ്ണയിലൊക്കെ ആകെ സ്പ്രെഡാവും, പിന്നെ ആകെ കരിയും, നമ്മുടെ ഉന്നക്കായുടെ ഷേപ്പൊക്കെ പോവും. അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കണം. നമുക്ക് മറിച്ച് കൊടുക്കാം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ 2 സൈഡും നമുക്ക് എടുക്കാം. പകുതിയോളം മുങ്ങുന്ന രീതിയിൽ വേണം നമ്മൾ എണ്ണ ഒഴിക്കാൻ, അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ പാനിൽ ഒരുപാട് നിറച്ച് വെച്ചിട്ട് നമ്മൾ പൊരിച്ചെടുക്കാത്തതാണ് നല്ലത്. കാരണം നമുക്ക് മറിച്ചിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. നമ്മളൊരു ടിഷ്യൂലേക്ക് ഇടുകയാണെങ്കിൽ നന്നായിട്ട് എണ്ണയൊക്കെ വറ്റി കിട്ടും. അങ്ങനെ ഒരുപാട് എണ്ണ കുടിക്കുന്ന ഒരു പലഹാരമല്ല പിന്നെ പഴം. അപ്പോൾ നമുക്കിനി ഒരു ട്രിപ്പ് കൂടി പൊരിക്കാനുള്ള ഉന്നക്കായ ഉണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് പൊരിച്ചെടുക്കാം. ഈ ഫില്ലിങ് ഇല്ലാതെയും പഴം ഇതുപോലെയൊക്കെ വേവിച്ചിട്ട് പരത്തി പൊരിച്ചു കൊടുത്താൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ സാധാരണ പഴം കട്ട് ചെയ്തിട്ട് വാട്ടിയെടുക്കാറുണ്ടല്ലോ നെയ്യിലും ബട്ടറിലൊക്കെ, എന്നിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കും. അതുപോലെ അതിൽ തന്നെ തേങ്ങ ഇടുന്നവരുണ്ട്, അണ്ടിപ്പരിപ്പും മുന്തിരി ഇടുന്നവരുണ്ട്. അങ്ങനെ കുട്ടികളെ ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടി പല രീതിയിലും പരീക്ഷിക്കുന്ന അമ്മമാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. കുറേ വെറൈറ്റി പരീക്ഷിക്കാം, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ട്രിപ്പും ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ഉന്നക്കായ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. അപ്പോൾ എല്ലാവരോടും ട്രൈ ചെയ്ത് നോക്കാൻ പറയണം. പിന്നെ അപ്പോൾ അടുത്ത ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും എല്ലാം ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.